വല്ലാത്തൊരു സാഹചര്യത്തിലാണ് നമ്മളായിരിക്കുന്നത്. നമ്മൾ പാടിയ പോലെ മാറില്ലവൻ മറക്കില്ലവൻ എന്ന് നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മളിന്ന് ലോകത്ത് നോക്കുമ്പോഴത്തേക്ക് സകലതും മാറിയും തിരിഞ്ഞും തലകുത്തിനൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഉറപ്പുണ്ട് എന്ന് നമ്മൾ വിചാരിച്ചിരുന്ന പല കാര്യങ്ങൾക്കും ഉറപ്പില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമുക്ക് എന്താകും, നാളെ എന്താകുമെന്ന് നമുക്ക് ഒരു ഉറപ്പുമില്ലാത്ത ഒരു കാലഘട്ടം. ബൈബിളിൽ നമ്മൾ പല സമയത്ത് നമ്മൾ വായിച്ചിട്ടുണ്ട്. അന്ത്യകാലത്തെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഒരുപാട് പറയുന്നുണ്ട്, മനുഷ്യരെന്താകുമെന്ന് പേടിച്ചിരിക്കും എന്നൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊന്ന് നമ്മൾ പലരും ഇപ്പോഴും അതിനെ അനുഭവിക്കുന്നുണ്ട്. ശരിക്കും നാളെ ഇനി എന്താവും, നാളെ പുറത്തിറങ്ങാൻ പറ്റുമോ, എന്താണ് അവസ്ഥ എന്ന് നമുക്ക് അറിഞ്ഞൂടാത്തൊരു വല്ലാത്ത കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. പക്ഷെ നമ്മൾ പാടിയതുപോലെ നമുക്കുള്ളൊരു ഉറപ്പെന്ന് പറഞ്ഞാൽ ലോകത്ത് എന്ത് തന്നെ മാറി മറിഞ്ഞാലും, എല്ലാ സാഹചര്യങ്ങളെതിരായാലും, എന്തൊക്കെ തലകീഴായി മറിഞ്ഞാലും നമ്മെ വിളിച്ച കർത്താവ് വിശ്വസ്തനാണ്. നമ്മളെ കരം പിടിച്ചിരിക്കുന്ന കർത്താവ് വിശ്വസ്തനാണ്. കാരണം ഇതെല്ലാം സംഭവിക്കും. അന്ത്യകാലത്ത് ലോകത്ത് സകലതും കീഴ്മേൽ മറിയുമെന്നും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആവുമെന്നും പറയുമ്പോഴും കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. എന്താണ്? എല്ലാവരും നമ്മളിപ്പോൾ ചെയ്യുന്ന യൂട്യൂബ് നോക്കിയിട്ടെല്ലാം ഇത് കറക്റ്റാണോ, ഇതാണ് നടക്കുന്നുണ്ടോ, ഇതെവിടാ പറഞ്ഞിരിക്കുന്നത്, നമ്മളിങ്ങനെ ഓരോരോ പ്രവചനം നോക്കിക്കൊണ്ടിരിക്കുക. പക്ഷേ കർത്താവ് നമ്മളെടുത്ത് പറഞ്ഞു ഇതെല്ലാം സംഭവിക്കുമ്പോൾ നിങ്ങൾ തലകളെ ഉയർത്തണം. കാരണം എന്താ? നമ്മുടെ വീണ്ടെടുപ്പ് അടുത്തു. നമ്മൾ കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ തലമുറകളായിട്ട് ഇപ്പോൾ നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, മിശിഹ ജനിക്കുമെന്ന് പറഞ്ഞൊരു പ്രവചനം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരുപാട് പേര് ആ ഒരു കാലഘട്ടത്തിൽ മിശിഹയെ കാണാനായിട്ട് കാത്തിരുന്ന് ഒരുപാട് പേര് പ്രാർത്ഥിച്ചു. ഒരുപാട് പേര് ഒരുക്കത്തോടുകൂടെ ആ കാലഘട്ടങ്ങളിലെല്ലാം ജീവിച്ചിരുന്നു. ഒരു തലമുറയിൽ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കർത്താവ് ജനിച്ചു. നമുക്ക് മുമ്പുണ്ടായിരുന്ന വിശുദ്ധന്മാർ, അല്ലെങ്കിൽ നമ്മുടെ മുമ്പുണ്ടായിരുന്ന പല തലമുറകളിലുള്ളവർ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചും നമ്മളിന്ന് ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ചും ഒരുപാട് പ്രസംഗിക്കുകയും ഒരുപാട് അതിനെക്കുറിച്ച് പഠിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അറിഞ്ഞോ അറിയാതെ നമ്മൾ ഇന്ന് ആ കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. കർത്താവിൻ്റെ വരവ് ഏത് നിമിഷവും സംഭവിക്കാവുന്നൊരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒരുക്കത്തോടും നമുക്ക് ആ ഒരു അതിൻ്റെ സീരിയസ്നെസ്സും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് ഈ ഒരു ആരാധനയിലേക്ക് കടന്നു നിങ്ങളെല്ലാവരും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളാരും യാദൃശികമായി ഇവിടെ കടന്നു വന്നു എന്ന് വിചാരിക്കരുത്. ദൈവം നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു. നമുക്ക് ദൈവം ഒരു അവസരം കൂടെ തന്നിരിക്കുന്ന ദൈവവചനം കേൾക്കുവാനും ദൈവത്തെ സ്തുതിക്കുവാനും, ദൈവത്തിൻ്റെ സഭയിൽ നമ്മൾ സഹോദരങ്ങൾ ഒന്നിച്ച് ദൈവത്തെ സ്തുതിക്കാനും തരുന്ന ഈ അവസരങ്ങൾ നമ്മളൊന്നും പാഴാക്കരുത്. അത് വളരെ വിലയേറിയതാണ്. തുടർന്ന് നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥന കൂടെ ഉണ്ടായിരിക്കാം. ദൈവവചനത്തിൽ നിന്ന് ചെറിയൊരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവച്ചതിന് ശേഷം ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സാറിന് എനിക്ക് തോന്നുന്നു ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങളിപ്പോൾ ഈ ചർച്ചയിൽ കണ്ടിന്യൂസ് ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും കേൾക്കുന്നത് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും അങ്ങനെയുള്ള അതിനുവേണ്ടി ഒരുങ്ങുന്നതിനെക്കുറിച്ചും അങ്ങനെയുള്ള പ്രസംഗങ്ങളായിരിക്കും നിങ്ങൾ കൂടുതലും കേൾക്കുന്നത്. അതിൽ നിന്നൊരു ചേഞ്ച് കിട്ടാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ പുറത്ത് വേറെ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കേൾക്കാം. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഞാൻ ആലോചിച്ചു ഇത് വേറെ എന്തെങ്കിലും പറഞ്ഞാലോ ഇത് തന്നെ. കാരണം ഞാൻ ഇവിടുത്തെ പ്രസംഗങ്ങളിൽ ഞാൻ ട്രിവാൻഡ്രത്തില്ലായിരുന്ന സമയത്ത് ഞാൻ കേൾക്കുമ്പോഴത്തേക്ക് കൂടുതലും ഇങ്ങനെയുള്ള മെസ്സേജുകൾ തന്നെയാണ് നമ്മുടെ ചർച്ചയിൽ പറയുന്നത്. എന്നുവെച്ചൊരു വെറൈറ്റിക്ക് വേറെ എന്തെങ്കിലും പറഞ്ഞാലോ എന്ന് ആലോചിച്ചു. പക്ഷേ സോറി, വെറൈറ്റി ഇല്ല. ഞാനും അത് തന്നെയാണ് പറയാൻ പോകുന്നത്. നമ്മൾ ബൈബിൾ വായിച്ചു വരുമ്പോഴത്തേക്ക് കർത്താവ് അന്ത്യകാലത്തെക്കുറിച്ച് പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങളായിട്ടും അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് പലയിടങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രധാനമായിട്ട് നമ്മൾ വായിക്കുന്ന മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ആ കാലഘട്ടത്തിൻ്റെ അടയാളങ്ങൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങളാണ്. പക്ഷേ അതിൽ 2 വാക്യങ്ങൾ എനിക്കൊന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു. മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം അതിൻ്റെ 12-13. മത്തായി എഴുതിയ സുവിശേഷം 24 അതിൻ്റെ 12-13. അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇത് അന്ത്യകാലത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് പറഞ്ഞിരിക്കുന്നത് അവിടെ. അതായത് അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. ഇത് ഈ ഒരിടത്ത് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത വാക്യം കൂടെ വായിക്കുകയാണെങ്കിൽ പറയാം, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന് പറയുന്നുണ്ട്. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം ഇതല്ല 13-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് ഈ ഒരു ഇതിൽ പറയുന്നുണ്ട്. അപ്പം ഈ ഒരു അടയാളം നമുക്കൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു അടയാളമല്ല ഇത്. നമുക്ക് കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നതാണ് യുദ്ധങ്ങളുണ്ടാകും, നമുക്ക് അവിടെ വേറെ എന്തെങ്കിലും ഭൂകമ്പങ്ങളുണ്ടാകും, ക്ഷാമങ്ങളുണ്ടാകും എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ചുകൂടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മളതെല്ലാം നേരിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് നമുക്കറിയാം, കുറേ യൂട്യൂബ് ചാനലുകളുണ്ട്,
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവും. അവിടെ എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ആ യുദ്ധം ഇത് ഏത് വചനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, ഏത് പ്രവാചകനാണ് പറഞ്ഞത്, ഇതിനി എന്താകാൻ പോകുന്നു, ഇങ്ങനെ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് ചാനലുകൾ നമ്മളാണ് ഇതെല്ലാം കാരണം ഇത് കാണുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ്, ആഹാ ബൈബിൾ പറഞ്ഞിരിക്കുന്നതല്ല അതുപോലെ വരുന്നത്. പക്ഷേ ഈ ഒരു അടയാളം അന്ത്യകാലത്തിൻ്റെ അടയാളമായിട്ട് ഞാൻ കേട്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. ഞാനിതുവരെ ആരും ഇത് പ്രസംഗിച്ചിട്ടില്ല. അന്ത്യകാലത്തിൻ്റെ അടയാളമായിട്ട് സ്നേഹം തണുത്തു പോകുന്നു. പക്ഷേ ഇത് വീണ്ടും എടുത്തു പറഞ്ഞിട്ടുണ്ട്. എവിടെയാണെന്നറിയാമോ? തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക, മനുഷ്യർ സ്വസ്നേഹികളും വമ്പ് പറയുന്നവർ, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിൽ ഒരു വാക്ക് മലയാളത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, വാത്സല്യമില്ലാത്തവർ. നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ, വാത്സല്യമില്ലാത്തവർ എന്നൊരു വാക്കുണ്ട്. അത് ഇംഗ്ലീഷിൽ അൺലവിങ്, സ്നേഹിക്കാൻ കഴിയാത്തവർ അല്ലെങ്കിൽ സ്നേഹമില്ലാത്തവരായിട്ട് അന്ത്യകാലത്ത് ജനം മാറുമെന്നുള്ളത് അന്ത്യകാലത്തിൻ്റെ ഒരടയാളമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം രണ്ടിടത്ത് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തലൻ വേറെടുത്ത് അത് വീണ്ടും എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അന്ത്യകാലത്തിൻ്റെ ഒരു അടയാളം എന്ന് പറയുന്നത് സ്നേഹം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളത് വീണ്ടും ഒരു അടയാളമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരിടത്തും കൂടെ അത് വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ വാക്യം സ്ഥിരം വായിക്കുന്ന ഒരു വാക്യമാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 10:24 വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ വീണ്ടും എടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ തമ്മിൽ പ്രബോധിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിനും സൽപ്രവൃത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ അന്യോന്യം സൂക്ഷിച്ചുകൊള്ളുക. നാൾ സമീപിക്കുന്നുവെന്ന് കാണും തോറും അത് അധികമായി ചെയ്യേണ്ടതാകുന്നു. ഈ വാക്യം നമ്മൾ സാധാരണ പറയുന്നപ്പോഴാണ് ആരെങ്കിലും പള്ളിയിലൊക്കെ വരാതെ കറങ്ങി അടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒന്ന് കുത്തി പ്രസംഗിക്കണം തോന്നുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ചിലർ സഭായോഗങ്ങളെ അലക്ഷ്യമായി കാണുന്നുണ്ട്, അങ്ങനെ ചെയ്യരുത് എന്ന് പറയും. പക്ഷേ എന്തിനാണ് നമ്മൾ ചർച്ചയിൽ വരുന്നത്? സഭായോഗത്തിൻ്റെ പ്രാധാന്യം എന്താണ്, എന്തിനു വരുന്നു എന്നുള്ള അപ്പോസ്തലൻ തൊട്ടടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് വരുന്നത്? സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹം വർദ്ധിപ്പിപ്പാൻ. സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉത്സാഹം വർദ്ധിപ്പിക്കാൻ. അതിന് തൊട്ട് മുകളിൽ പറഞ്ഞിട്ടുണ്ട്, അന്യോന്യം പ്രബോധിപ്പിക്കുവാൻ, അന്യോന്യം എൻകറേജ് ചെയ്യുവാൻ, തമ്മിൽ സ്നേഹിക്കുവാൻ. ഇതിന് എന്ത് ചെയ്യണം? ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചർച്ചയിൽ വരുന്നത്. നാൾ സമീപിക്കുന്നതെന്ന് കാണുന്തോറും അതെന്ത് ചെയ്യണം? അധികമായി ചെയ്യണം. അതെന്തിനാ? നാൾ സമീപിക്കുന്നത് പറയുമ്പോൾ ഏത് നാളാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. കർത്താവിൻ്റെ നാളിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. കർത്താവിൻ്റെ നാൾ അടുക്കുന്നുവെന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ഇതെന്ത് ചെയ്യണം? അധികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ചെയ്യണം. ചെയ്യുന്ന എന്താണ്? സ്നേഹിക്കാനും സൽപ്രവർത്തിക്കായിട്ടുള്ള ഉത്സാഹത്തിനും. ഇതും അന്ത്യകാലമായിട്ട് എന്താ ബന്ധം? കർത്താവ് പറഞ്ഞൊരു അടയാളം എന്താണ്? നമ്മൾ വായിച്ച 3 വാക്യങ്ങൾ ചിന്തിച്ച്. സ്നേഹം തണുത്തു പോകും, സ്നേഹമില്ലാത്ത മനുഷ്യർ ഉണ്ടാകും. 3, ഇത് രണ്ടും സംഭവിക്കുമ്പോൾ സഭയുടെ ഉത്തരവാദിത്വം എന്താണ്? അവിടെയാണ് നാം സ്നേഹം കാണിക്കേണ്ടത്. മനസ്സിലായോ? ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ശുശ്രൂഷ എന്താണെന്നറിയാമോ? സ്നേഹം. പെട്ടെന്ന് ഇവിടെ മൊത്തം ഇരുട്ടായി കഴിഞ്ഞാൽ, കറണ്ടൊക്കെ പോയി ഇരുട്ടായി, നിങ്ങൾ ആദ്യം ചെയ്യുന്നത് എന്തായിരിക്കും? മൊബൈലെടുത്ത് ടോർച്ച്, അല്ലേ? ഇരുട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? വീട്ടിൽ കറണ്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? വെളിച്ചം. വേറെ ഒന്നുമല്ല നമ്മൾ ചിന്തിക്കുന്നത്, വെളിച്ചം എടുക്കാനാണ് നോക്കുന്നത്. നമുക്ക് അടുത്ത് മൊബൈലാണെങ്കിൽ മൊബൈൽ, ടോർച്ചാണെങ്കിൽ ടോർച്ച്, എന്താണോ അടുത്ത് കിട്ടുന്നത്, ഉള്ളത് ചെറുതാണെങ്കിൽ ചെറുത്, അതെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? വെളിച്ചം. നിങ്ങളായിരിക്കുന്നിടത്ത് ആ വെളിച്ചമായിട്ടാണ് കർത്താവ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അത് ഏറ്റവും അധികമായിട്ട് ചെയ്യേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. കാരണം നിങ്ങളിന്ന് ചുറ്റും നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനുഷ്യർ ഒട്ടും ഇണങ്ങാത്തവരും മനുഷ്യരുടെ സ്വഭാവം തന്നെ വല്ലാണ്ട് ക്രൂരമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കും. നിങ്ങൾ ന്യൂസൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളും വായിക്കുന്നുണ്ടാവും. നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ക്രൂരമായ പ്രവൃത്തികളാണ് നമ്മുടെ ചുറ്റും തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയാം, നമുക്ക് അന്ത്യകാലത്ത് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാൻ, നമുക്ക് പഠിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ഇത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇടയ്ക്ക് ആരോ എൻ്റെ അടുത്ത് ഞാൻ കേട്ട മെസ്സേജിൽ എവിടെയാണ് ഈ കാലാവസ്ഥാ പ്രവചനം നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതായത് മഴ വരാൻ പോകുന്നു, ഇന്ന ദിവസത്തിലായിരിക്കും മഴ വരുന്നത്. അപ്പം എനിക്ക് ഈ ഒരു സ്വഭാവമുണ്ട്. എൻ്റെ ഈ ഫേസ്ബുക്കിലും ഈ കാലാവസ്ഥയെക്കുറിച്ച് ഈ സാറ്റലൈറ്റ് ഫോട്ടോസും ഇതൊക്കെ ഇടുന്ന കുറേ ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എന്നാണ് മഴ വരാൻ പോകുന്നത്, എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നത്, ഇതൊക്കെ ഇങ്ങനെ അറിയാൻ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളതുകൊണ്ട് ഇതൊക്കെ ഉണ്ട്. അപ്പം ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം മഴ വരുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ മഴ, അവിടെ ന്യൂനമർദ്ദം വന്നു, അവിടെ ഇങ്ങനെ മേഘം വന്നിട്ടുണ്ട്, അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ മഴ പെയ്യും, ഇതൊക്കെ നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കും.
അപ്പം ഇത് കേട്ടോണ്ടിരുന്നിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ കേൾക്കുന്നു, എല്ലാവരുടെ പറയുന്നു, ഇതെല്ലാം ചെയ്യുന്നു. പക്ഷെ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന കാര്യം കുട എടുക്കാൻ മറന്നു. ഇതെല്ലാം നമ്മൾ കേൾക്കും. മഴ വരുന്നു എന്നുള്ളത് നമ്മൾ കേൾക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണ്? നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങുക എന്നുള്ളതാണ്. കുട എടുക്കുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് ചെയ്യേണ്ടത്. മഴ വരുമ്പോഴത്തേക്ക് നമ്മൾ പലപ്പോഴും കുട എടുക്കത്തില്ല, ബാക്കി എല്ലാം നമ്മൾ ചെയ്യും. നാട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും, എല്ലാവരുടെ അടുത്തും പറയും മഴ വരുന്നതെന്ന് വിളിച്ചു പറയും. നമ്മൾ ഇങ്ങനെ ഭയങ്കര എക്സൈറ്റഡ്, മഴ വരുന്നു, ന്യൂനമർദ്ദമൊക്കെ റെഡിയാണ്, എല്ലാം പറയും. പക്ഷെ കുട എടുക്കത്തില്ല. നമ്മൾ അതുപോലെ ആയി പോകരുത്. ഈ കാലഘട്ടത്തിൽ നമ്മളായിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. ദൈവം നമുക്ക് അടയാളങ്ങൾ വെച്ചിട്ടുണ്ട്. അടയാളങ്ങൾ വെച്ചിരിക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ നമ്മൾ രാവിലെ ഉറക്കം എണീക്കാൻ വേണ്ടി അലാറം വെക്കത്തില്ലേ? അലാറം വെക്കുന്ന പോലെയാണ് ഈ അടയാളങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അത് വേറൊരു ഉദാഹരണം നിങ്ങൾക്ക് ഒന്നും കൂടെ മനസ്സിലാണെങ്കിൽ പറയുകയാണെങ്കിൽ, ചില ആൾക്കാർ 6 മണിക്ക് എണീക്കണമെങ്കിൽ എന്ത് ചെയ്യും? 6 മണിക്കൊരു അലാറം വെക്കും. ചില ആൾക്കാർ എന്ത് ചെയ്യും? 5:45, 5:47, 5:49, 5:52 ഇങ്ങനെ ഒരു 10 അലാറം വെച്ചേക്കും 6 മണിക്ക് എണീക്കാൻ വേണ്ടി. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം ഞാൻ ഒറ്റ അലാറത്തിലൊന്നും എണീക്കത്തില്ല എന്നുള്ളത്. കർത്താവിനറിയാം നമ്മൾ ഒറ്റ അലാറത്തിൽ എണീക്കത്തില്ല. അതുകൊണ്ടാണ് കുറേ അടയാളങ്ങൾ പറഞ്ഞത് ഇതെല്ലാം കൊണ്ട് നോക്കിക്കോണമെന്ന്. ഇല്ലെങ്കിൽ നമ്മൾ നല്ല ആൾക്കാരെ കർത്താവ് പറഞ്ഞാൽ ഒറ്റൊരു അടയാളം തന്നിട്ട് പറഞ്ഞാൽ ഇത് സംഭവിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഇത് ഒറ്റൊരു കാര്യം പറഞ്ഞാൽ നമ്മളത് മിസ്സാക്കുന്ന ഉറപ്പാണെന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് ഒരുപാട് അടയാളങ്ങൾ ലിസ്റ്റ് തന്നിട്ടുണ്ട്. ഇത് ഓരോന്ന് വരുമ്പോഴത്തേക്കും നിങ്ങൾ മനസ്സിലാക്കണം, അലാറം അടിക്കുവാണ്, എനിക്ക് എണീക്കാനുള്ള സമയമായി എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. ഇനി ഈ അന്ത്യകാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും നാൾ ചുറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞല്ലോ. അന്ത്യകാലത്തിലെ സഭയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ലവോദിക്ക സഭയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ സഭയെക്കുറിച്ച് പറയുമ്പോൾ അതൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അർത്ഥത്തിലല്ല പലപ്പോഴും നമ്മൾ ആ ഒരു ചർച്ചിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ലവോദിക്ക സഭ, ആ സഭ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല എന്ന് പറയുന്നുണ്ട്. ആ സഭയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്നുണ്ട്. ആ സഭയിൽ എനിക്കൊരു കാര്യം, വെളിപ്പാട് പുസ്തകം 3-ന്റെ 17-18 നമുക്കൊന്ന് വായിക്കുകയാണെങ്കിൽ, വെളിപ്പാട് പുസ്തകം 3-ന്റെ 17-18 ഒന്ന് വായിക്കാമോ? ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കാൻ നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച ലഭിക്കേണ്ടതിന് കണ്ണിലെഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി പറയുന്നു. ഈ ഒരു വാക്യം ആ ഒരു സഭയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ആ സഭയുടെ എന്താ പറയുക, രണ്ട് ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ ഒരു വാക്യത്തിൽ. ഒന്ന് സഭയുണ്ട്, 2 ആരുണ്ട്? കർത്താവുണ്ട്. അപ്പം സഭയെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് സഭയുടെ എന്താണ് ക്യാരക്ടേഴ്സ് ആയിട്ട്. തൊട്ട് മുമ്പിലുള്ള വാക്യം ഒന്ന് കാണിക്കാമോ? 17-ാമത്തെ വാക്യം ഒന്ന് കാണിക്കാമോ? അതിൽ പറയുന്ന സഭയുടെ അവസ്ഥ എന്താണ്? നിർഭാഗ്യൻ, അരിഷ്ടൻ, ദരിദ്രൻ, കുരുടൻ, നഗ്നൻ. 5 ക്വാളിറ്റീസാണ് സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നത്. നിൻ്റെ അവസ്ഥ ഇതാണെന്ന് പറയുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ അടുത്ത് 2 ചോദ്യം, ഒരു അഭിപ്രായ സർവേ നടത്തുവാണ് ഞാൻ. ജസ്റ്റ് ഒന്ന് കൈവയ്ക്കാതെ നിങ്ങൾ. ഇന്നത്തെ സഭയെ നിങ്ങൾ ചുറ്റും നോക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ചുറ്റും നോക്കുകയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്നത്തെ സഭയുടെ അവസ്ഥ ഇതാണെന്ന് സമ്മതിക്കുന്ന എത്ര പേരുണ്ട്? ആര് സമ്മതിക്കുന്നില്ല? ഓക്കെ ശരി. അപ്പം സമ്മതിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇന്നത്തെ കാലത്തെ സഭ അടിപൊളിയാണെന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇങ്ങനെയൊന്നും അല്ല എന്ന് പറയുന്ന ആരെങ്കിലും? ഇല്ല, ആരുമില്ല. ഓക്കെ. പക്ഷേ ഇതിനകത്ത് എനിക്കൊരു പ്രശ്നമുണ്ട്. നിങ്ങളെല്ലാവരും സമ്മതിച്ചല്ലോ, പക്ഷേ എനിക്കൊരു പ്രശ്നമുണ്ട്. ഈ വാക്യത്തിന് ആദ്യം പറഞ്ഞിരിക്കുന്നതെന്ന് വായിക്കാമോ? ഞാൻ ധനവാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്നു. ഈ പറയുന്ന ആരാ? സഭ എന്ന് പറഞ്ഞാൽ ആരാ? അപ്പം നിങ്ങളെല്ലാവരും സമ്മതിച്ചു നമ്മുടെ അവസ്ഥ ഇതല്ല എന്ന്. അപ്പം പിന്നെ ഈ കർത്താവ് ആരെക്കുറിച്ചാണ് പറയുന്നത്? നിങ്ങളെല്ലാവരും സമ്മതിച്ചു നമ്മുടെ അവസ്ഥ, സഭ ദരിദ്രനാണ്, അരിഷ്ടനാണ്, കുരുടനാണ്, ഈ ഒരു അവസ്ഥയിൽ വല്ലാത്തൊരവസ്ഥയിലാണ് സഭയായിട്ടായിരിക്കുന്നതെന്ന് നമ്മളെല്ലാവരും സമ്മതിച്ചു. പക്ഷെ ഇവിടെ പറയുന്നത് സഭ പറയുന്നത് എന്താ? ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. ഇത് ചർച്ച. അപ്പോൾ ജംഗ്ഷനിലുള്ളൊരു ചർച്ച ഉണ്ട്, അതാണ്. അതേത് ചർച്ചിനെ കുറിച്ചാണ് പറയുന്നത്? നമുക്കൊന്ന് കണ്ടുപിടിക്കാമേ. 1 കൊരിന്ത്യർ 3:16 ഒന്ന് വായിക്കാമോ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ഓക്കെ. അപ്പം ചർച്ച ആരാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ. ഇവിടെ ഇപ്പോൾ ഒരു 10-200 പേർക്ക് ചർച്ചിന് മുകളിലുണ്ട്. ഇവിടെ കുരുടന്മാരൊക്കെ ഒന്ന് കൈവെക്കാവോ? അരിഷ്ടന്മാർ, നിർഭാഗ്യവാന്മാർ,
നഗ്നർ ആരുമില്ലല്ലേ? ഇല്ല. ഇപ്പം മനസ്സിലായി ആരാ സമ്മതിക്കാത്തതെന്ന്. മനസ്സിലായോ ആരാ സമ്മതിക്കാത്ത സഭ എന്ന്? നമ്മുടെ അടുത്ത് ചോദിക്കുകയാണ് സഭയുടെ അവസ്ഥ എന്നാണോ? ആ പിന്നെ സഭയുടെ അവസ്ഥ ഇതാണ്. നിങ്ങളുടെ അവസ്ഥ അതാണ്? എൻ്റെ അവസ്ഥ അതല്ല. സഭ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാം, ഒരു സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ട് നമ്മൾ പറയാം ഇതാ സഭ, ഇതാ ഇരിക്കുന്നുണ്ട് സഭ, ഇതിൻ്റെ അവസ്ഥ ഭയങ്കര മോശം. എനിക്ക് ഇവിടെ നിന്നിട്ട് പറയാം സഭ എന്ന് പറയുന്നത് ഇതായിരിക്കുന്ന സഭ. പക്ഷെ സഭ എന്ന് കർത്താവ് പറയുന്നത് നമ്മളെല്ലാം ചേർത്തിട്ട് നമ്മുടെ അവസ്ഥയായി പറയുന്നത്. എന്നെ നിങ്ങളെ നോക്കിയിട്ടാണ് കർത്താവ് പറയുന്നത്, കുഞ്ഞെ നിനക്ക് കാഴ്ചയില്ല, നീ നിർഭാഗ്യവാനായി പോയി, നിനക്കൊരു കൃപയുണ്ടായിരുന്നു, ആ കൃപ നഷ്ടപ്പെട്ടു പോയി. ഇത് കർത്താവ് നമ്മളെ ഓരോരുത്തരും നോക്കിയിട്ടാണ് പറയുന്നത്. നമ്മൾ പലപ്പോഴും സഭ എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ വചനം പഠിക്കുമ്പോഴത്തേക്കും വായിക്കുമ്പോഴത്തേക്കും പ്രസംഗം കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് എപ്പോഴും ചെയ്യുന്നൊരു അബദ്ധം, എനിക്ക് സംഭവിക്കാറുണ്ട്, എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. നമ്മൾ ഇന്നത്തെ സഭയെ നോക്കി നമ്മളങ്ങ് പറയും ഇന്നത്തെ സഭയുടെ അവസ്ഥ ഇതാണ്. അത് എൻ്റെ അവസ്ഥയാണ്. ഇന്നത്തെ സഭ എന്ന് പറഞ്ഞാൽ ഞാനും അതിനകത്തുണ്ട്. ഈ ഒരു പോയിന്റ് നമ്മളൊന്ന് മനസ്സിലാക്കണം. എവിടെയാണ് നമുക്ക് ആ കാഴ്ചപ്പാട് നഷ്ടപ്പെട്ടു പോയത്? എവിടെയാണ് നമുക്ക് എന്താ പറയുക, നമ്മൾ കാഴ്ചയില്ലാത്തവരായിട്ട് അല്ലെങ്കിൽ നമ്മൾ നിർഭാഗ്യവാന്മാരായിട്ട് മാറിപ്പോയത്? ഒരു ഉദാഹരണം ഞാൻ പറയാം. ഉദാഹരണമല്ല, ഒരു കഥ ഞാൻ പറഞ്ഞുതരാം. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ സ്നാനപ്പെടുന്നത്. അപ്പം ഞാൻ ഇതുപോലെ ഒരു കൺവെൻഷനൊക്കെ പോയി. എനിക്ക് ആദ്യമായിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഒരു സ്പർശനമൊക്കെ അനുഭവിച്ചു. അപ്പോൾ കുറേ നാൾ പിന്നെ ഇങ്ങനെ ആലോചിച്ച് ഒരു ദിവസം രാവിലെ സ്കൂളിൽ എനിക്ക് രാവിലെ 6:30 ഇറങ്ങണം, 6:45 ഇറങ്ങണം. അപ്പം രാവിലെ 6 മണിക്ക് എന്തോ ഉറക്കം എണീറ്റിട്ട് ഞാൻ പതുക്കെ ഇങ്ങനെ അടുക്കളയിൽ ചെന്നു. അപ്പോൾ അമ്മ ഇങ്ങനെ രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാനുള്ള പരിപാടികളൊക്കെ തിരക്കില്ല. എൻ്റെ അമ്മ എനിക്കൊരു കാര്യം പറയണം എന്നൊക്കെ പറഞ്ഞിങ്ങനെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ ആദ്യം പറയുന്നത്, എനിക്ക് സ്നാനപ്പെടണം. പിന്നെ അമ്മ പറഞ്ഞു അത് ചർച്ചിൽ പറയണം എന്നിട്ടൊക്കെ പറഞ്ഞ് അങ്ങനെ പിന്നെ സ്നാനത്തിൻ്റെ പ്രൊസീജിയേഴ്സാണ്. ക്ലാസ്സൊക്കെ എടുത്തു. പിന്നെ പപ്പ ഇരുന്ന് ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ അതിൽ ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരെടുത്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിട്ട് നിരക്കണം, എന്നിട്ടേ സ്നാനപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പപ്പ എടുത്തു പറഞ്ഞു. അത് ആരെടുത്തെങ്കിലും ചെയ്യാം. അപ്പോൾ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക ഞാൻ ആരെടുത്താണ് തെറ്റ് ചെയ്തത്. അപ്പോൾ ആലോചിച്ചപ്പോൾ എനിക്ക് ഒരെണ്ണം ഓർമ്മ വന്നു. ഞാൻ 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടേമിൽ പഠിക്കുമ്പോൾ ഓണപരീക്ഷയ്ക്കൊക്കെ മുമ്പ് ക്ലാസ്സിലുള്ളൊരു ചെറുക്കനായിട്ട് ഞാൻ തല്ല് പിടിച്ചായിരുന്നു. അപ്പോൾ തല്ലുണ്ടാക്കി കുറച്ച് സീനായി ക്ലാസ്സിൽ. അപ്പോൾ എനിക്ക് ഇവൻ്റെ കാര്യം മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. എനിക്ക് വേറെ ഒന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഞാൻ ഇങ്ങനെ ഇനി ഇവൻ്റെ അടുത്ത് പോയി സംസാരിക്കണം, ഓക്കെ ശരി എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ വെച്ചിരുന്നിട്ട് പതുക്കെ ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് ഒരു ദിവസം ക്ലാസ്സിൽ ബ്രേക്കിൻ്റെ സമയത്ത് പോയി പറഞ്ഞു എടാ ഇങ്ങനെയാണ്, ഞാനിങ്ങനെ സ്നാനപ്പെടാൻ പോവുകയാണ്, അപ്പോൾ നീ എൻ്റെ അടുത്ത് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാനിത് പറഞ്ഞു. അവനും കാര്യമൊന്നും മനസ്സിലായില്ല. അവൻ്റെ ഇടയിൽ കുഴപ്പമൊന്നുമില്ലടാ എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങ് പോയി. പക്ഷേ ഇത് എങ്ങനെ വേറെ കുറേ പേര് അറിഞ്ഞു. അന്ന് ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾ തിരിച്ച് വരുന്നപ്പോൾ സ്കൂൾ ബസ്സിൽ ഇതൊരു ചർച്ചയാണ്. സ്കൂൾ ബസ്സിൽ ഞങ്ങളുടെ ഫ്രണ്ടിൽ നിന്നപ്പോൾ കുറേ പേര് നീ എന്താ ചെയ്യാൻ പോകുന്നത്? സ്നാനം. അതെന്താ സംഭവം? കുറേ പേര് വന്നിങ്ങനെ കുറച്ച് പേര് ഫ്രണ്ടിൽ സീറ്റിൽ ഡ്രൈവറുടെ പുറകെ വട്ടം കൂടിയിരുന്ന് ചർച്ചയാണ് എന്താണ് ഇവൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഇങ്ങനെ ക്ലാസ് എടുത്തു. അപ്പം ഞാനിങ്ങനെ സ്നാനം എന്ന് പറയുമ്പോൾ ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്ന് തുടങ്ങണോ അതോ എവിടെ തുടങ്ങും, ക്ലാസ്സൊക്കെ പഠിച്ചിട്ടിരിക്കുകയല്ലേ, എവിടെ തുടങ്ങണമെന്ന് പറഞ്ഞിട്ടിരുന്നപ്പോഴത്തേക്ക് ദൈവം അയച്ചതുപോലെ എൻ്റെ ഒരു കൂട്ടുകാരൻ ചാടി വീണു. അദ്ദേഹം ഒരു CSI വിശ്വാസിയാണ്. ഞാനിങ്ങനെ എവിടെ പറയണം വളരെ സിമ്പിളായിട്ട് അദ്ദേഹം പറഞ്ഞു എടാ അതെന്ന് പറഞ്ഞാൽ ഇത്രയൊന്നുമില്ല, അവൻ ഇത്രയും നാൾ ചെയ്തിട്ടിരുന്ന കാര്യങ്ങളൊന്നും ഇനി ചെയ്യാൻ പറ്റത്തില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ അവർ ചോദിച്ചാൽ അതെന്താ പരിപാടി? അവൻ ഇനി അവന് കള്ളം പറയാൻ പറ്റത്തില്ല, അവന് ആരെയും ചീത്ത വിളിക്കാൻ പറ്റത്തില്ല, ഭയങ്കര നല്ലതായിട്ട് ജീവിക്കണം. അപ്പോൾ കുറേ പേര് ചോദിച്ചു എത്ര മാസത്തേക്ക്? പറഞ്ഞു മാസത്തേക്കല്ല, കാരണം എല്ലാ വർഷം ചെയ്ത നോമ്പെടുക്കൽ ഇത്ര മാസത്തേക്കല്ലടാ, ഇനി അങ്ങോട്ട് ഇങ്ങനെ തന്നെ അവന് ജീവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പറഞ്ഞു എല്ലാവരും ഇങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോയി. ഈ കഥയിൽ ഞാൻ ഈ ഇടയ്ക്ക് ആലോചിച്ച് പറയായിരുന്നു, ഇത് ആദ്യ തലമുറയിൽ ആദ്യ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവമല്ല. ഒരു 25 വർഷമായി കാണും, 2002, 2003 കാലഘട്ടത്തിൽ നടന്ന. അന്നൊരു വ്യക്തി സ്നാനപ്പെടുന്നു എന്ന് പറയുമ്പോൾ ലോകത്തിനുണ്ടായിരുന്ന അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാർക്കുണ്ടായിരുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ അവരുടെ മൈൻഡിലുണ്ടായിരുന്ന ഇവൻ്റെ ജീവിതം ഇന്ന് തൊട്ട് മാറാൻ പോവുക. ഇന്ന് അതുണ്ടോ? നമ്മൾ നോക്കിയിട്ട് പറയുന്നുണ്ടോ? നമ്മൾ ഒരാളുടെ അടുത്ത് പോയിട്ട് ഞാൻ സ്നാനപ്പെട്ട ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ സ്നാനപ്പെട്ട അപ്പം നിങ്ങൾ ഇന്ന കാര്യങ്ങളും ചെയ്യത്തില്ല. മാക്സിമം നമ്മളെക്കുറിച്ച് പറയുന്നതാ നിങ്ങൾ സേർട്ടലി വെള്ളമടിയൊന്നും ചെയ്യത്തില്ലല്ലേ. മാക്സിമം നമ്മളെക്കുറിച്ചൊന്ന് പറയുന്നതാ. അതൊരു നല്ല കാര്യം, അത് കളയരുത്. പക്ഷെ അതിൽ കൂടുതൽ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മുടെ സ്വഭാവത്തെക്കുറിച്ച് അവരെന്താണ്
സ്നാനപ്പെട്ടയാണെന്നുണ്ടെങ്കിൽ ഇയാളൊരു വിശ്വസ്തനാണ്. സ്നാനപ്പെട്ടവനാണെങ്കിൽ ഇവൻ പറ്റിക്കത്തില്ല. സ്നാനപ്പെട്ടവനാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കൂടെ ബിസിനസ് ചെയ്താൽ കറക്റ്റാണ്. സ്നാനപ്പെട്ടവനാണെങ്കിൽ നമുക്ക് വിശ്വസിച്ചൊരു കാര്യം ഇവനെ ഏൽപ്പിക്കാം. ഈ ഒരു സാക്ഷ്യം ഇന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കർത്താവ് പറയുന്നത്, നീ നഗ്നനാണ് എന്ന് പറയുമ്പോൾ നിന്നെ പൊതിഞ്ഞിരുന്നൊരു മഹത്വം ഉണ്ടായിരുന്നു. ദൈവസന്നിധിയിൽ നീ നിൽക്കുമ്പോൾ, ഈ ഭൂമിയിൽ നീ ആയിരിക്കുമ്പോൾ നമ്മെ പൊതിഞ്ഞിരുന്നൊരു ദൈവ കൃപയുണ്ടായിരുന്നു. അത് നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അതാണ് അന്ത്യകാലത്തിലെ സഭയെക്കുറിച്ച് കർത്താവ് പറയുന്നത്. നീ നഗ്നനാ. നീ നോക്കുമ്പോഴത്തേക്ക് നിനക്ക് എന്തൊക്കെയോ ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നിനക്ക് വേണ്ട സാധനങ്ങൾ, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊന്നും എന്തില്ല, നിൻ്റെ കയ്യിലില്ലാണ്ടായിപ്പോയി. പഴയ നിയമത്തിൽ നിന്ന് ഇതെവിടെ നിന്ന് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കുന്നതൊക്കെ ആണെങ്കിൽ പഴയ നിയമത്തിൽ വളരെ നല്ലൊരു ഉദാഹരണമുണ്ട്. നല്ല രസമുള്ളൊരു ബുക്കാണ് ന്യായാധിപന്മാരുടെ പുസ്തകം. വായിച്ചിട്ടുള്ളവർക്കറിയാം. ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മുടെ ഇന്നത്തെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നതിൻ്റെയൊക്കെ വേറൊരു വേർഷനാണ് പഴയ നിയമത്തിലെ ന്യായാധിപന്മാരുടെ പുസ്തകം. നല്ല രസമാണ്. ചുമ്മാ ഇരിക്കുമ്പോഴേക്കൊന്ന് വായിച്ചു നോക്കൂ, നല്ല രസമാണ്. അങ്ങനെയെങ്കിലും നിങ്ങൾ വായിക്കുമെങ്കിൽ, രാഷ്ട്രീയമൊക്കെ ഇഷ്ടമുള്ളവർക്ക്. അപ്പം ആ ഒരു ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളിങ്ങനെ ആദ്യത്തെ അധ്യായം രണ്ടാമത്തെ അധ്യായം ഇങ്ങനെ വായിച്ചു വരുമ്പോഴത്തേക്ക് പറയാം, ഇസ്രായേൽ മക്കൾ ദൈവത്തിന് അനിഷ്ടമായുള്ള ചെയ്തു. അപ്പോൾ ദൈവം ഇങ്ങനെ അയച്ചു. ഒരു 10-15 വാക്യം കഴിയുമ്പോൾ ഇസ്രായേൽ മക്കൾ ദൈവത്തിന് അനിഷ്ടമായുള്ള ചെയ്തു. വീണ്ടും ദൈവം എന്തെങ്കിലും കഷ്ടമായിരിക്കുന്നു, വിടുവിക്കുന്നു. വീണ്ടും ഇസ്രായേൽ മക്കൾ ദൈവത്തിന് അനിഷ്ടമായുള്ള. ഇതിങ്ങനെ ഒരു സൈക്കിളാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു എൻ്റയർ ബുക്കിനകത്തൊരു 7-8 പ്രാവശ്യം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം ഇത് എവിടെ തുടങ്ങുന്നു? ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ തുടക്കം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യോശുവയുടെ കാലഘട്ടം അവസാനിക്കുന്നിടത്താണ് ഈ ന്യായാധിപന്മാരുടെ പുസ്തകം തുടങ്ങുന്നത്. ആ പുസ്തകം തുടങ്ങി നിങ്ങൾ വായിച്ചു വരുമ്പോൾ ഈ അല്ലെങ്കിൽ ഈ ജനത്തെ അവിടെ ഇസ്രായേൽ വാഗ്ദത്ത ദേശത്ത് ആക്കിയതിന് ശേഷം ദൈവം അവരോട് ഒരു കൽപ്പന കൊടുക്കും. കുറേ കാര്യങ്ങൾ നിങ്ങൾ അവകാശമാക്കണം, നിങ്ങളവിടെ തന്നെ പല കാര്യങ്ങൾ ചെയ്യണതെല്ലാം പറയും. അതിൽ ഒരു കൽപ്പന ഇവർ മിസ്സാക്കും, ഇവർ പാലിക്കത്തില്ല, അല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ട് എടുക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള സകല ബലിപീഠങ്ങളെ എന്ത് ചെയ്യണം? ഇടിച്ചു കളയണം. ഇത് ദൈവം കൊടുത്തൊരു കൽപ്പനയായിരുന്നു. അവിടെയുള്ള സകല ബലിപീഠങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇടിച്ചു കളയണം. ഇവർ ബാക്കി എല്ലാം ചെയ്തു, കുറച്ച് ബലിപീഠങ്ങൾ എന്ത് ചെയ്തു? അവിടെ അങ്ങ് വെച്ചു. അപ്പോൾ കർത്താവ് പറയാം, നിങ്ങൾ കുറച്ച് ബലിപീഠം അവിടെ വെച്ചു, അപ്പം എനിക്ക് പകരത്തിനൊരു കാര്യം ചെയ്യാം, സകലരെയും ഞാൻ നശിപ്പിക്കുന്നില്ല, കുറച്ച് ആൾക്കാരെയും കൂടെ ഞാൻ അവിടെ അങ്ങ് വെച്ചേക്കാം. അവരന്ന് കരഞ്ഞു, നിലവിളിച്ചതെല്ലാം ചെയ്തു, പക്ഷേ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ല. ഇത് എന്ത് സംഭവിച്ചു എന്നറിയാമോ? അതായത് വാഗ്ദത്ത ദേശത്ത്, ദൈവം കൊടുത്ത ദേശത്ത്, ഇസ്രായേലിന് ദൈവമായിരിക്കുന്ന ആ ദേശത്ത് ഇസ്രായേൽ മക്കളൊന്ന് അവകാശമാക്കി അവർ താമസം തുടങ്ങിയെടുത്ത് അന്യദൈവ ആരാധനകൾ അവിടെ ഇവിടെ റാൻഡമായിട്ട് കുറച്ച് സാധനങ്ങൾ ഇവരെന്ത് ചെയ്തു? മിച്ചം വെച്ചു. ഇതാണ് അവർ ചെയ്ത തെറ്റ്, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് തെറ്റ്. അത് കഴിഞ്ഞിട്ട് 2-ാം അധ്യായത്തിലെത്തുമ്പോഴത്തേക്ക് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകം 2:10 ഇങ്ങനെയാണ് പറയുന്നത്, യോശുവ എന്ത് ചെയ്തു? യോശുവ മരിച്ചു. ആ തലമുറ ഒക്കെയും തങ്ങളുടെ പിതാക്കന്മാരോട് ചേർന്നു. അവരുടെ ശേഷം യഹോവയും അവൻ ഇസ്രായേലിന് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവൃത്തികളെയും അറിയാത്ത വേറൊരു തലമുറ ഉണ്ടായി. അതായത് അവകാശമാക്കിയൊരു ജനം ഉണ്ടായിരുന്നു. ഇസ്രായേൽ ദേശത്ത് അവകാശമാക്കിയൊരു ജനവും ദൈവത്തിൻ്റെ പ്രവർത്തികൾ കണ്ട ഒരു തലമുറ ഉണ്ടായിരുന്നു. ആ തലമുറ ദൈവത്തെ തന്നെ സേവിച്ചു. ബലിപീഠങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ അവരാരും അതിൻ്റെ പുറകെ പോയില്ല. അവർ ദൈവത്തെ തന്നെ സേവിച്ചു. പക്ഷേ അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഇത് കണ്ടിട്ടില്ലാത്ത അടുത്തൊരു തലമുറ എണീറ്റ് വന്നു. ആ തലമുറ എഴുന്നേറ്റ് വന്നപ്പോൾ അവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവർ ജനിച്ച കാലം തൊട്ട് എന്ത് കാണുന്നുണ്ട്? ബലിപീഠങ്ങൾ കാണുന്നുണ്ട്. ദൈവത്തെ കണ്ട തലമുറ മരിച്ചപ്പോൾ ഇവരെന്ത് ചെയ്തു? ഇവർ ബലിപീഠങ്ങളുടെ പുറകെ പോയി. മനസ്സിലായോ? ഒരു ചെറിയ കാര്യമാണ്. ആദ്യത്തെ തലമുറ ദൈവത്തെ തന്നെ സേവിച്ചു, ദൈവത്തിൻ്റെ പ്രവർത്തികളെല്ലാം കണ്ടു, ദൈവം നടത്തിക്കൊണ്ടുവന്ന അത്ഭുതങ്ങളെല്ലാം കണ്ടു. അവർ ദൈവത്തെ വിട്ട് മാറിയിട്ടില്ല. പക്ഷെ അവരുടെ ജീവിതത്തിൽ ഒരു തെറ്റുപറ്റി. ദൈവം കളയാൻ പറഞ്ഞൊരു കാര്യം എന്ത് ചെയ്തില്ല? കളഞ്ഞില്ല. കാരണം എന്താണ്? നിസ്സാര ഒരു കാര്യമല്ല, അതവിടെ ഒരു മൂലയിൽ അവിടെ ഇരുന്നു എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? ഇതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. പക്ഷെ ആ നിസ്സാരമെന്ന് വിചാരിച്ചൊരു കാര്യം അവരെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല, അവരുടെ കാലത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല, പക്ഷെ അവരുടെ തലമുറകളെ തകർത്ത് കളഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ
8 പ്രാവശ്യത്തോളം, ആ ഒരു 300 വർഷത്തിനിടയിൽ 8 പ്രാവശ്യത്തോളം ഇവർ വീഴുകയും ഇവർ അടിമകളായി പോവുകയും ഇവരുടെ നന്മകൾ നശിക്കുകയും അനേകരും വന്ന് ഇവരെ ഉപദ്രവിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ മൂല കാരണം ഈ ബലിപീഠമാണ്. ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിട്ടുവെച്ചതാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു കാര്യം തിരിച്ചു കൊണ്ടുവരട്ടെ, ആ കഥ തിരിച്ചു കൊണ്ടുവരട്ടെ. നമ്മൾ സ്നാനപ്പെട്ടു, നമ്മളിന്ന് ദൈവമക്കളായിട്ട് ജീവിക്കുന്നുണ്ട്. നിങ്ങളുടെ വാഗ്ദത്ത ദേശം അല്ലെങ്കിൽ നിങ്ങൾ ദൈവം അവകാശമാക്കി തന്ന നിങ്ങളുടെ വീടാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ട്, നിങ്ങളാണ് മുമ്പേ നിൽക്കുന്നത്. നമ്മൾ വീട്ടിനകത്ത് എന്തൊക്കെയാണ് ഇതുപോലെ വെച്ചിട്ടുള്ളത്? അതായത് അടുത്തൊരു തലമുറ, ഇപ്പം എനിക്കൊരു മോളുണ്ട്, അപ്പം എൻ്റെ കുഞ്ഞാണെങ്കിലും ജനിച്ച് വളർന്നു വരുമ്പോഴത്തേക്ക് കണ്ട് വളർന്നു വരുന്ന കുറേ കാര്യങ്ങൾ നമ്മുടെ വീടുകളിലുള്ള എന്ത് കാര്യമായിരിക്കും അടുത്തൊരു തലമുറ, അല്ലെങ്കിൽ നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതിൽ ഏതെങ്കിലും എൻ്റെ വീട്ടിലുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഞാൻ സാരമില്ല എന്ന് വെച്ചിരിക്കുന്ന ഒരു കാര്യം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത വളരെ ചെറിയൊരു കാര്യം, കാരണം ഇതെല്ലാം നമ്മുടെ അടുത്ത തലമുറ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് നമ്മുടെ കണ്ണ് പിശാച് കുരുടാക്കി കളയുന്നത്. ദൈവത്തിന് വ്യക്തമായിട്ട് അറിയായിരുന്നു, നീ ഒരു ബലിപീഠം അവിടെ വെച്ച് കഴിഞ്ഞാൽ അവിടെ മതി പിശാചിന് നിൻ്റെ തലമുറയെ തകർത്ത് കളയാനായിട്ടെന്നുള്ളത് ദൈവത്തിന് അറിയായിരുന്നു. ദൈവം പറഞ്ഞ് നീ അത് ചെയ്യരുത്. പക്ഷെ ജനം ചിന്തിച്ചു ചെറിയൊരു കാര്യമാണ് അത്. ഇത് ഇസ്രായേൽ ഇപ്പോഴും മാത്രമല്ല, ഇതിനു മുമ്പും പല സമയങ്ങളിലും ചെയ്തിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട്. ചെറിയൊരു കാര്യം അവരെന്ത് ചെയ്യും, മിസ് ചെയ്യും. ദൈവം ഒരു കാര്യം ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർ പറയും അത് നമ്മൾ ഇങ്ങനെ ചെയ്തോളാം എന്ന് പറയും. അതെല്ലാം എന്ത് ചെയ്യും, തിരിച്ച് ഇവർക്ക് തന്നെ പ്രശ്നമായിട്ട് വരും. 2 കാര്യങ്ങൾ. ഒന്ന്, കാഴ്ചപ്പാട് നഷ്ടപ്പെട്ട് നമ്മൾ എന്തായിരിക്കണമെന്നും ദൈവം നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്നുള്ളതും കാണാൻ കഴിയാത്തൊരവസ്ഥ. 2, ദൈവം നമുക്ക് ഏൽപ്പിച്ചൊരു കൃപയും ദൈവം നമുക്ക് തന്നിട്ടുള്ളൊരു മഹത്വവും നഷ്ടപ്പെട്ടൊരവസ്ഥ. ആ കാലഘട്ടത്തിലാണ് ഗിദെയോൻ എന്ന് പറയുന്നൊരു ന്യായാധിപൻ എഴുന്നേൽക്കുന്നത്. ഗിദെയോൻ എഴുന്നേൽക്കുന്ന സമയത്ത് ഗിദെയോനെ ദൈവം വിളിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? പരാക്രമശാലിയെ എന്ന് പറഞ്ഞാണ് ഗിദെയോനെ വിളിക്കുന്നത്. ഞാൻ പലപ്രാവശ്യം ആലോചിച്ചിട്ടുണ്ട് ഗിദെയോനെയൊക്കെ എങ്ങനെ പരാക്രമശാലിയെ എന്ന് പറഞ്ഞ് വിളിക്കുക. കാരണം ഗിദെയോൻ്റെ പിന്നീടുള്ള ഓരോരോ കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഗിദെയോൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പേടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഗിദെയോൻ ആദ്യം ചോദിക്കുന്നത് ആദ്യം അദ്ദേഹത്തിന് യെരുബാൽ എന്ന് പേര് വരുന്നത് ബാലിൻ്റെ വിഗ്രഹം തകർത്തുന്ന രാത്രി ആരും കാണാതെ ഒളിച്ചും പാത്തും പോയിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ആരോ കണ്ടു ഇവനാണ് ചെയ്തതെന്ന്. അപ്പോൾ അടുത്ത ദിവസം രാവിലെ എന്ത് ചെയ്തു, ആൾക്കാരൊക്കെ വീട്ടിൽ അന്വേഷിച്ചു വന്നു ഈ ആരാ ഇത് പൊളിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഇദ്ദേഹം എന്ത് ചെയ്തു, വീട്ടിനകത്ത് കയറി ഒളിച്ചിരുന്നു. അപ്പനാണ് പുറത്തിറങ്ങിയിട്ട് സംസാരിക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന് പേടിയാണ്. പറഞ്ഞപ്പോൾ പേടിച്ച് രാത്രിയാണേലും പോയി കാര്യം ചെയ്തു. പക്ഷേ ആൾക്കാരെ ഫേസ് ചെയ്യാൻ എന്താ പേടിയാണ്. ഇദ്ദേഹത്തെ നോക്കിയാണ് ദൈവം എന്ത് വിളിച്ചത്, പരാക്രമശാലി എന്ന് വിളിച്ചത്. ആ പരാക്രമശാലി എന്ന് വിളിക്കാനുള്ള കാര്യം എന്താ പറയുക, ദൈവം ആ വാക്യത്തിൽ അവർ ഗിദെയോനെ വിളിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് പറയുന്നുണ്ട് 6-12 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ദൈവം യഹോവ നിന്നോട്, അതിൻ്റെ തൊട്ടടുത്ത വാക്യം ഒന്ന് കാണിക്കാമോ? 13-ാമത്തെ വാക്യം. ഗിദെയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? ഇപ്പോൾ യഹോവ നമ്മെ ഉപേക്ഷിച്ചു മിദ്യാന്യരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അതായത് ഗിദെയോൻ ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഇതൊക്കെയും സംഭവിക്കുന്നു? എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്? അവരുടെ വിളകൾ നശിക്കപ്പെടുന്നു, അവരെ ഉപദ്രവിക്കപ്പെടുന്നു, അവർ അപമാനിതരായിരിക്കുന്നു, അവർക്കൊരു സ്വാതന്ത്ര്യമില്ലാത്ത അവസ്ഥയായിരിക്കുന്നു. ഈ സാഹചര്യങ്ങളെല്ലാം കണ്ടിട്ട് ഗിദെയോൻ ചോദിക്കുവാണ്, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഈ അവസ്ഥ വരുന്നു? നമുക്ക് ചോദിക്കാൻ തോന്നുന്നുണ്ടോ പലപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥനാ മുറിയിലിരിക്കുമ്പോഴത്തേക്ക്, കർത്താവേ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഈ അവസ്ഥ വരുന്നു? എവിടെയാണ് ഞങ്ങൾ തെറ്റിപ്പോയത്? എവിടെയാണ് ഞങ്ങൾ മാനസാന്തരപ്പെടേണ്ടത്? എവിടെയാണ് ഞങ്ങൾ മടങ്ങി വരേണ്ടത്? അങ്ങനെ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ നോക്കിയാൽ പറയുന്നത്, ഈ ബലത്തോടു കൂടെ നീ പോക, ഈ ബലത്തോടു കൂടെ നീ പോക. ആ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നു, ഞാൻ ഇങ്ങനെ ഇരിക്കേണ്ടവനല്ലല്ലോ, ഞാൻ ഇതല്ലല്ലോ ഞാൻ ഈ ബൈബിളിൽ വായിച്ചിട്ടുള്ളത്, ഒരു ദൈവപൈതലിൻ്റെ ജീവിതം ഇങ്ങനെ അല്ലല്ലോ ആയിരിക്കേണ്ടത്.
ആ ചിന്ത നിങ്ങളുടെ ഉള്ളിൽ വരുമ്പോഴത്തേക്ക് ദൈവം നിങ്ങൾ നോക്കി പറയുന്നൊരു കാര്യമുണ്ട്, ഈ ബലത്തോടുകൂടെ നീ മുന്നോട്ട് പോയിക്കൊള്ളുക, ഈ ബലത്തോടുകൂടെ നീ മുന്നോട്ട് പോയിക്കൊള്ളുക. ഈ കാലഘട്ടത്തിലായിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണ്ടത് ആ ഒരു ബലമാണ്, ആ ഒരു ചിന്തയാണ് നമ്മളെ ഭരിക്കേണ്ടത്. കർത്താവേ, ഞാൻ ഇങ്ങനെ തന്നെയാണോ ആയിരിക്കേണ്ടത്? ദൈവം കൂടെയുള്ള, അല്ലെങ്കിൽ ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ തന്നെയാണോ ആയിരിക്കേണ്ടത്? 2, വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, ദൈവം നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം. നമ്മൾ പുതിയ നിയമത്തിൽ വരുമ്പോഴത്തേക്ക് ഒരു ഉപമ പഠിക്കുന്നുണ്ട്. 10 താലന്തുകളുടെ ഉപമ നമ്മൾ എല്ലാവരും കേട്ടിട്ടുള്ളതാണല്ലോ. 2 ഇടത്ത് പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിലും പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും 2 ഇടത്ത് ഈ ഉപമ പറയുന്നുണ്ട്. ചെറിയ ഡിഫറൻസ് ഉണ്ട് 2 ഉപമകൾക്കും തമ്മിൽ. ഒന്ന് പറയുന്നുണ്ട്, ഒരുത്തൻ 5, ഒരുത്തന് 2, ഒരുത്തന് 1 താലന്ത് കൊടുത്തു. മത്തായി എഴുതിയ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. ലൂക്കോസിൽ വരുമ്പോഴത്തേക്ക് 10 പേരെ വിളിച്ച് അവർക്ക് 10 റാത്തൽ വെള്ളി കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ 2ൻ്റെയും കഥ ഒന്ന് തന്നെയാണ്. ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഈ ലൂക്കോസിലാണത് കുറച്ചുകൂടെ ദൈവരാജ്യവുമായിട്ട് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്തത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരുവൻ രാജ്യത്വം പ്രാപിക്കാനായിട്ട് ദൂരസ്ഥലത്തേക്ക് പോകുന്ന സമയത്താണ് ഇവരെ വിളിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഈ താലന്തുകൾ അല്ലെങ്കിൽ ഈ ഒരു വെള്ളി സമ്പാദ്യം കൊടുത്തിട്ട് പോകുന്നത്. അപ്പം ഇതിനൊരു ചരിത്രം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഇതൊരു സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതായത് അന്നത്തെ എന്തെങ്കിലും ഉടമകൾ അല്ലെങ്കിൽ അന്നത്തെ വലിയ നോബിൾമെൻ എന്ന് പറയുന്ന ആൾക്കാർ അവർ ദൂരെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്ത് അവരവരുടെ സമ്പാദ്യം അല്ലെങ്കിൽ അവരുടെ കച്ചവടമൊക്കെ അടിമകൾ അല്ലെങ്കിൽ അവരുടെ ദാസന്മാരായവരെ, വിശ്വസ്തന്മാരായവരെ വിളിച്ച് ഏൽപ്പിച്ചിട്ട് പോകും. അപ്പം നമ്മൾ ഈ ഒരു ഇത് വായിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുത്തൻ 5, ഒരുത്തന് 2, ഒരുത്തന് 1 എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ഒരുത്തന് 500 രൂപ, ഒരുത്തന് 200 രൂപ, ഒരുത്തന് 100 രൂപ എന്നായിരിക്കും ചിന്തിക്കുന്നത്. അല്ല, ഇത് ആക്ച്വലി ഇത് വലിയൊരു എമൗണ്ടാണ്, ചെറിയ എമൗണ്ടൊന്നും അല്ല. ഇത് വ്യാപാരം ചെയ്യാൻ പറഞ്ഞ് കൊടുത്തിട്ടാണ് പോകുന്നത്. ഇന്നത്തെ ഒരു കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾക്ക് മേലെ വരുന്ന ഒരു വലിയൊരു എമൗണ്ട് ആയിട്ടാണ് ബൈബിളിൽ അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയും വലിയൊരു എമൗണ്ടാണ് ഇവരുടെ കയ്യിൽ എന്ത് ചെയ്യുന്നത്, കൊടുത്തിട്ട് പോകുന്നത്. അപ്പോൾ കൊടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ച് പേര് വ്യാപാരം ചെയ്യും, ഒരുത്തൻ എന്ത് ചെയ്യും, കുഴിച്ചിട്ടിട്ട് തിരിച്ചു കൊണ്ട് കൊടുത്തു. നിങ്ങളൊരു കാര്യം ചിന്തിച്ചു, ഓക്കെ, നിങ്ങൾ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ തന്നു, ഒരു 1,00,000 രൂപ നിങ്ങൾ എൻ്റെ കയ്യിൽ തന്നു, സൂക്ഷിച്ച് വെച്ചേക്കണേ ബ്രദറെ, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ ചെയ്തോ എന്ന് പറഞ്ഞു. പിന്നീട് എപ്പോഴും തന്നാൽ മതി. ശരി, ഞാൻ സന്തോഷത്തോടെ ഞാൻ വാങ്ങിച്ചു, ഞാൻ വെച്ചു. നിങ്ങൾ കുറേ കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ തിരിച്ച് നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് 1,00,000 രൂപ തിരിച്ച് തന്നു. തിരിച്ച് തരുമ്പോഴത്തേക്ക് നിങ്ങൾ പറയുകയാണ്, ദുഷ്ടനായ ദാസനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൈസ നഷ്ടമാക്കിയോ? തന്ന പൈസയിൽ ഒരു പൈസയെങ്കിലും ഞാൻ എടുത്തോ? ഇല്ല, ഞാനത് സൂക്ഷിച്ചു വെച്ചു. ശരി, കച്ചവടം ചെയ്യാൻ പറഞ്ഞു. ശരി, ഞാൻ കച്ചവടം ചെയ്തില്ല, പക്ഷേ ഞാൻ പൈസ നഷ്ടപ്പെടുത്തിയോ? നിങ്ങളങ്ങനെ ആലോചിച്ചിട്ടില്ലല്ലേ? ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും എനിക്കിത് വായിക്കുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു താലന്തുള്ള മനുഷ്യനോട് വിഷമം തോന്നുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവനെ പിടിച്ച് പുറത്തുള്ള ഇരുട്ടിൽ കൊണ്ട് തള്ളിക്കളയുന്ന പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കത് വായിക്കുമ്പോൾ വിഷമം തോന്നുന്നു. കാരണം അവൻ പറയുന്നുണ്ട്, എനിക്ക് പേടിയായിരുന്നു, ഞാൻ പേടിച്ചിട്ടത് ചെയ്യാത്തതല്ലേ. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നിനക്ക് പേടിയായിരുന്നെങ്കിൽ നിനക്ക് പൊൻവാണിഭക്കാരുടെ കയ്യിൽ കൊണ്ട് കൊടുക്കാമായിരുന്നല്ലോ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഇവനെന്താ പേടിച്ചിട്ടാണ് അവൻ ചെയ്യാത്തത്. നിൻ്റെ പൈസ ഞാൻ തൊട്ട് എന്തെങ്കിലും പ്രശ്നം ആയിക്കഴിഞ്ഞാൽ എന്താണ്, എനിക്കത് പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇതിൽ എന്താണ് നിങ്ങൾ ചിന്തിക്കുന്നത്? ഇതിൽ ന്യായമുണ്ടോ? ആ ഉപമ കർത്താവ് പറഞ്ഞത് അന്നത്തെ ആൾക്കാർക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാത്തതെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ചുറ്റുപാടിൽ കാണുന്ന ഒരു രീതി അല്ലാത്തതുകൊണ്ടാണ്. തൻ്റെ സമ്പാദ്യത്തിൻ്റെ ഒരു വലിയൊരു പങ്കാണ് ഈ കൊടുത്തത്. താൻ ഇത്രയും നാൾ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയോ, തനിക്ക് ആ നാട്ടിൽ എന്ത് അധികാരം ഉണ്ടായിരുന്നോ, തനിക്ക് എന്ത് കച്ചവടം, എന്ത് വ്യാപാരം ഉണ്ടായിരുന്നോ, തനിക്ക് ഏതൊക്കെ മേഖലകളിൽ തനിക്ക് സ്വാധീനം ഉണ്ടായിരുന്നോ, അതെല്ലാമാണ് ഇവർക്ക് കൊടുത്തിട്ട് പോകുന്നത്. അതിൻ്റെ ഒരു അംശമാണ് ഇവർക്ക് കൊടുത്തിട്ട് പോകുന്നത്. അത് വെറുതെ വെച്ചുകൊണ്ടിരിക്കാനുള്ളതല്ല. മനസ്സിലാവുന്നുണ്ടോ? അത് വെറുതെ വെച്ചുകൊണ്ടിരിക്കാനുള്ള സാധനം അല്ല. അതുകൊണ്ടാണ് അവിടെ ആ ഒരു രാജാവ് തിരിച്ചു വരുമ്പോഴത്തേക്ക് അദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നത്. ഇത് കുറച്ചുകൂടെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം. കർത്താവ് ഭൂമിയിലേക്ക് വന്നിട്ട് താനിവിടെ കുറച്ച് നാളുണ്ടായിരുന്നു. എന്നിട്ട് താൻ സ്വർഗത്തിൽ പോകുന്നതിന് മുമ്പ് ശിഷ്യന്മാരോട് ഒരു കാര്യം പറഞ്ഞിട്ട് പോയി. മത്തായി 28:18 ഒന്ന് വായിക്കാമോ? മത്തായി 28:18. യേശു അടുത്ത് ചെന്ന്
സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഒരു മനുഷ്യൻ രാജ്യത്വം പ്രാപിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് ദാസന്മാരെല്ലാം വിളിച്ചിട്ട് താലന്തുകൾ കൊടുത്തു. കോമൺ ആയിട്ട് എല്ലാവർക്കും ഒരു താലന്ത് കൊടുത്തിട്ടുണ്ട്. എന്താണ്? അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ശരി, അപ്പം നമുക്ക് താലന്ത് കിട്ടി, നമുക്ക് ഒരു ഉത്തരവാദിത്തം തന്നിട്ടുണ്ട്. നമ്മൾ മിണ്ടാതിരുന്നു, എന്ത് സംഭവിക്കും? ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ അവസാനത്തെ വരുമ്പോഴത്തേക്ക് ദൈവരാജ്യവുമായി ബന്ധപ്പെട്ടുള്ള രീതിയിൽ പറഞ്ഞൊഴിക്കുന്നതുകൊണ്ടാകാം ആ ഉപമയിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. ആ ഉപമയുടെ അവസാനം ഇദ്ദേഹത്തെ പിടിച്ച് പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളയുകയല്ല ചെയ്യുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, ഇവൻ്റെ കയ്യിലുള്ളതും കൂടെ എടുത്ത് 10 ഉള്ളവന് കൊടുത്തേക്കുക. നിനക്കിനി ഒന്നുമില്ല. അപ്പം ഞാൻ ആദ്യം വായിച്ച് വിചാരിച്ചു, ഇത് പിന്നെയും കുഴപ്പമില്ല, എന്തായാലും ഇരുട്ടി തള്ളിക്കളഞ്ഞില്ലല്ലോ. പക്ഷെ പിന്നീട് മനസ്സിലാകുന്നത്, നമ്മൾ ആ ഒരു ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് തിരിച്ചറിയണം, കർത്താവ് മടങ്ങി വരുമ്പോഴത്തേക്ക് ആ കണക്ക് തീർക്കുന്നത്. ആ സമയത്ത് നമ്മുടെ അടുത്ത് പോയിട്ട് കർത്താവ് നിൻ്റെ കയ്യിലുള്ളതും കൂടെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും? കയ്യിലൊന്നുമില്ല. പഴയ തലമുറയിലുള്ള ദേവദാസന്മാർ, അവർക്ക് ആ ഒരു ദിവസത്തെക്കുറിച്ച് ഒരുപാട് പ്രത്യാശ ഉണ്ടായിരുന്നു. നമുക്കെല്ലാവരും അറിയാവുന്നൊരു പാട്ടിലൊരു വരി ഇങ്ങനെ ഉണ്ട്, നല്ല ദാസൻ എന്ന് ചൊല്ലുന്നാൾ തൻ്റെ മുമ്പാകെ ലജ്ജിതനായി തീർന്നു പോകാതെ നന്ദിയോടൻ പ്രിയൻ മുൻപിൽ പ്രേമ കണ്ണീർ ചൊരിഞ്ഞിടാൻ ഹായിൻ. അതിന് ബാക്കി ഞാൻ മറന്നുപോയി, സോറി. പക്ഷേ ആ ഒരു ദിവസം, ആ ദിവസത്തെ അവർ പറഞ്ഞത്, നല്ല ദാസൻ എന്നെ വിളിക്കുന്ന ഒരു ഭാഗ്യനാൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ പോയി നിന്നിട്ട്, കർത്താവെ എൻ്റെ കയ്യിൽ സുവിശേഷം തന്നിട്ടുണ്ടായിരുന്നു, എന്നെ അങ്ങൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, എനിക്കൊരു താലന്ത് തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാനിത് വെച്ച് എന്താ ചെയ്തത്? ഞാൻ കുഴിച്ചിട്ടോ? വീട്ടിൽ അലമാരയ്ക്കകത്ത് കൊണ്ട് അടച്ചു വെച്ചിട്ട് ഞാൻ മിണ്ടാതിരുന്നോ? ദൈവം കണക്ക് ചോദിക്കുന്നൊരു ദിവസമുണ്ട് പ്രിയമുള്ളവരെ. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നൊരു വാക്യമുണ്ട്, നന്മ ചെയ്യുവാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാത്തവന് പാപമാണ്. ജനങ്ങൾ നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഒരുപാട് പേര് നിത്യനാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നന്മ ചെയ്യണമെന്നറിഞ്ഞിട്ട് ചെയ്യാതിരുന്നാൽ അത് പാപമാണ്. പലപ്പോഴും നമ്മൾ ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ആ ദാസൻ പറഞ്ഞില്ല, പേടിയാണ്. എനിക്കതിനുള്ളൊരു കഴിവില്ല, അതെങ്ങനെ ചെയ്യണമെന്നുള്ള അതിനുള്ളൊരു മിടുക്കോ അല്ലെങ്കിൽ വാക്ചാതുര്യമോ അല്ലെങ്കിൽ അത് സംസാരിക്കാനോ അല്ലെങ്കിൽ ഇത് പറഞ്ഞൊന്ന് ഫലിപ്പിക്കാനോ ഇതൊന്നും എനിക്കില്ല എന്നുള്ളൊരു ചിന്ത പലപ്പോഴും നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. പ്രിയമുള്ളവരെ, ഞാനത് പറയട്ടെ, എൻ്റെ ഉള്ളിൽ ഈ ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് പറയുന്നത്, അത് പിശാച് കൊണ്ടിടുന്നതാണ്. പത്രോസ് കടലിൻ്റെ പുറത്ത് നടക്കാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് കർത്താവിൻ്റെ മുഖത്തെ മാത്രം നോക്കിയാണ് നടന്നത്. സൈഡിൽ എവിടേക്കും അപ്പോഴും കാറ്റുണ്ടായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ മുഖത്ത് നോക്കി നടന്ന സമയത്ത് പത്രോസ് മുങ്ങിപ്പോയില്ല. കാറ്റിന് നോക്കിയപ്പോഴാണ് കർത്താവിൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുത്ത് കാറ്റിന് നോക്കിയപ്പോഴാണ് മുങ്ങാൻ തുടങ്ങിയത്. ഇന്ന് പലപ്പോഴും നമ്മുടെ അടുത്തും പിശാച് പറയുന്നതെന്ന് അറിയാമോ? നമ്മൾ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യണമെന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പ് ഒരു കണ്ണാടി കൊണ്ടുവച്ചിട്ട് പറയും, നിന്നെ ഒന്ന് നോക്ക്, നീയാണോ ചെയ്യാൻ പോകുന്നത്? നിൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയും നോക്ക്, നിൻ്റെ വ്യക്തിപരമായ അവസ്ഥയും നോക്ക്, നിൻ്റെ മാനസികാവസ്ഥയും നോക്ക്, നിൻ്റെ പ്രശ്നങ്ങൾ നോക്ക്. നിൻ്റെ പ്രശ്നം തീർന്നിട്ട് നിനക്ക് സമയമുണ്ടോ? മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പൻ. പറയാൻ എളുപ്പമാണ്. ഞാനിവിടെ നിന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കും പറയാൻ എളുപ്പമാണ്. ഞാൻ താഴോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ചിരുന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഞാൻ പറയും, കർത്താവ് ഇതൊക്കെ എങ്ങനെ ചെയ്യും? ഞാനും ആലോചിക്കും, ഇല്ലെന്ന് പറഞ്ഞാൽ ഞാനൊരു മനുഷ്യനാണ്. പക്ഷേ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. നമ്മൾ ഈ കാലഘട്ടത്തിൽ, അന്ത്യകാലഘട്ടത്തിൽ വന്നിരിക്കുമ്പോഴത്തേക്ക് നമുക്കിനി ഒരുപാട് സമയമില്ല. നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട ഒരു സമയമാണിത്. കാരണം നമുക്ക് നാളെ അവിടെ പോയിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോഴത്തേക്ക്, മോനെ നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് ചെയ്ത നന്മകളും, നമുക്കിവിടെ പോയിരുന്നിട്ട് നമ്മൾ സാധാരണ ഇടപെടുന്ന നന്ദിയോടെ ഞാൻ സ്തുതി പാടിയിടും അർഹിക്കാത്ത നന്മകളും എന്നൊക്കെ നമുക്ക് അവിടെ പോയി പാട്ട് പാടാം. പക്ഷേ കർത്താവ് തിരിച്ച് ചോദിക്കും, അവിടെ നമ്മളെന്തോ ചെയ്തു? കർത്താവ് ചോദിക്കുമ്പോൾ നമുക്കിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. കർത്താവേ എണ്ണമില്ലാത്ത നന്മകൾ,
അതൊക്കെ ഉണ്ട്. പക്ഷെ തിരിച്ചെന്തോ ചെയ്തു? നമ്മെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം എന്തായി? നമ്മെ വിളിച്ച ശുശ്രൂഷ എന്തായി? നിങ്ങളെ ഏൽപ്പിച്ചിരുന്ന, നമ്മൾ ആദ്യം വായിച്ച വാക്യമുണ്ട്, സഭയിൽ വരുന്ന എന്തിനാണ്? അന്യോന്യം ധൈര്യപ്പെടുത്താൻ, അന്യോന്യം സ്നേഹിക്കാൻ. സ്നേഹം ഈ ഒരു നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ചുറ്റുമുള്ളിടത്ത് മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് വിളിച്ചത്. അവിടെയെങ്കിലും നമ്മൾ തുടങ്ങണ്ടേ? നമ്മെ വിളിച്ച വിളി അത്രയ്ക്ക് ശ്രേഷ്ഠകരമായൊരു വിളിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പലപ്പോഴും പിശാച് നമ്മളെ തെറ്റിച്ച് കളയുന്നതിൻ്റെ പ്രധാന കാരണം, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിയുടെ അതിൻ്റെ ആഴവും അതിൻ്റെ വലിപ്പവും അതിൻ്റെ മഹത്വവും എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടെങ്കിലും പിശാചിനറിയാം. ആ ഒരു പൂർണ്ണതയിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ നമ്മളെ തകർക്കാമോ, ഏതൊക്കെ രീതിയിൽ നമ്മളെ കുടുക്കിയിടാമോ, അതെല്ലാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ കുറവുകളെ വീണ്ടും 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 നമ്മൾ ഓർമ്മിച്ച് തരുന്നുണ്ട്. നമ്മൾ എവിടെയൊക്കെ തള്ളിയിടാമോ അവിടെ എല്ലാം തള്ളിയിടുന്നുണ്ട്. എവിടെയൊക്കെ നമ്മളെ കുത്താമോ അവിടെ എല്ലാം കുത്തുന്നുണ്ട്. 1700കളുടെ തുടക്കത്തിലൊരു മിഷണറി, നേറ്റീവ് അമേരിക്കൻസിൻ്റെ ഇടയിൽ വർക്ക് ചെയ്തൊരു മിഷണറി ഉണ്ട്. ഡേവിഡ് ബ്രെയിനാർഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇതുപോലൊരു അവസ്ഥ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒന്നിനും കഴിവില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ആലോചിച്ചിരുന്നൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജേണൽ അദ്ദേഹം ഒരിക്കലും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഇട്ടിരിക്കുന്ന കസാരയേക്കാളും കൂടുതൽ കൃപയൊന്നും എനിക്കില്ല എന്ന് തന്നെക്കുറിച്ച് ഒരിക്കൽ സാക്ഷ്യം പറഞ്ഞൊരു ദൈവമനുഷ്യൻ. അവസാനം തൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിർബന്ധം സഹിക്കുക വയ്യാതെ അദ്ദേഹം ഇറങ്ങി, അദ്ദേഹം മിഷൻ ഫീൽഡിലേക്ക് പോയി. വളരെ ചുരുങ്ങിയ വർഷം അദ്ദേഹം ആ മിഷൻ ഫീൽഡിൽ വർക്ക് ചെയ്തു. ആ മിഷൻ ഫീൽഡിൽ വർക്ക് ചെയ്ത സമയങ്ങളിൽ അദ്ദേഹം എഴുതി വെച്ച ജേണലുകൾ പിന്നീട് ഒത്തിരി വർഷത്തിന് ശേഷം ആളുകൾ കളക്ട് ചെയ്ത് അതൊരു ബുക്കാക്കി. പിന്നീട് വന്ന ഒരുപാട് മിഷണറിമാരെ പ്രചോദനം കൊടുത്ത് പറഞ്ഞയച്ച ജേണലുകളായിരുന്നു അത്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്ന വിളിയുടെ പൂർണ്ണത എന്താണെന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ പറ്റത്തില്ല. പക്ഷെ നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒന്നേ ഉള്ളൂ, അനുസരിക്കുക, ദൈവത്തെ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവം എന്നെക്കുറിച്ച് കണ്ടിരിക്കുന്ന ആ പദ്ധതികൾ, അത് എന്നെ നശിപ്പിക്കാനല്ല, എൻ്റെ ദോഷത്തിനായിട്ടല്ല, എൻ്റെ നന്മയ്ക്കായിട്ടാണ്, നിത്യതയോളം എന്നെ നിലനിർത്തുവാൻ വേണ്ടിയുള്ളൊരു പദ്ധതിയാണെന്നുള്ളത് ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ടാവുക. ഇതാ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാനിന്ന് ദൈവവചനോടെ പറഞ്ഞ് നിർത്തുമ്പോൾ നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു, സഭയായിട്ട് നമുക്ക് ഇന്ന് വൈകുന്നേരം നിങ്ങൾ ഭവന പ്രാർത്ഥനയ്ക്ക് പോയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് വൈകുന്നേരം പേഴ്സണൽ പ്രയറിന് പോയിരിക്കുമ്പോൾ, ഇത് രണ്ടും ഇല്ലെങ്കിൽ ഇന്ന് തുടങ്ങുക. ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ദൈവത്തോട് ചോദിക്കണം, കർത്താവേ, എൻ്റെ ശുശ്രൂഷ എന്താ? എന്നെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഈ അവസ്ഥകളിലൂടെ ഞാൻ കടന്നു പോകുന്നത്? ദൈവം എന്നോട് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ അവസ്ഥ? ഇത് നിങ്ങൾ ചോദിക്കണം. അവിടെ നിന്ന് എനിക്ക് ഉറപ്പുണ്ട്, അവിടെ നിന്ന് ദൈവം നിങ്ങളെ വിടുവിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം മാറ്റം കൊണ്ടുവരുവാൻ തുടങ്ങും. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നപ്പാ, അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളി എത്ര ശ്രേഷ്ഠകരമായ വിളിയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കർത്താവേ, ഞങ്ങൾ പാട്ടുപാടുന്ന പോലെ, ദൂതർക്കും കൂടെ അവകാശം, ലഭ്യമാകാതുള്ള രക്ഷ, ദൂതറിയിച്ചിടാൻ ഭാഗ്യം ലഭിച്ചെനിക്ക്. കർത്താവേ, മറ്റനേകർക്ക് ലഭിക്കാതിരുന്ന ഈ മഹത്വ പദവി ഞങ്ങൾക്ക് തന്നതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നപ്പാ. ഞങ്ങൾക്ക് യോഗ്യത ഒന്നും പറയുവാനില്ല കർത്താവേ, ഒരു യോഗ്യതയില്ല കർത്താവേ. അങ്ങയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രം അങ്ങ് ഞങ്ങളെ രക്ഷിച്ചു. അങ്ങ് ഞങ്ങളെ വീണ്ടെടുത്ത് കർത്താവേ. ഈ ഭാഗ്യ പദവിക്ക് ഞങ്ങൾ അങ്ങ് അവകാശികളാക്കി തീർത്തല്ലോ പിതാവേ. അങ്ങ് ഞങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് ഒത്തോണം ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. അങ്ങ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം കർത്താവെ ഭംഗിയായി ചെയ്യുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ കർത്താവെ. ഞങ്ങൾ മടി പിടിച്ചിരുന്നത്, ഞങ്ങൾ പേടിച്ചിരുന്നത്, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും വേവലാതികളിലും പെട്ട് കർത്താവെ കുഴങ്ങി ഞങ്ങളെ തന്നെ നോക്കി മടുത്തിരുന്നത് മതി കർത്താവെ. പിതാവ്, ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും കർത്താവ് ആരെങ്കിലും അവസ്ഥയിലായിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവ് ഒരു വിടുതലയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബ ബന്ധങ്ങളിലാവട്ടെ, വ്യക്തിപരമായ കാര്യങ്ങളിലാവട്ടെ, പിശാച് എവിടെയെങ്കിലും കുടുക്കിയിട്ടുണ്ടെങ്കിൽ കർത്താവെ, ആ ബന്ധനങ്ങളെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ശാസിച്ചു മാറ്റുന്നു. ഒരു വിടുതലയക്കണമേ കർത്താവെ. ഞങ്ങൾ എഴുന്നേറ്റ് ഫലം പുറപ്പെടുവിക്കട്ടെ അപ്പാ. ഞങ്ങൾ എഴുന്നേറ്റ് അങ്ങേക്കായി ഓടട്ടെ കർത്താവെ. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കേണ്ടവരല്ല അപ്പാ. അങ്ങേക്കായി ഫലം പുറപ്പെടുവിക്കുവാൻ, അങ്ങേക്ക് അനേകരെ നേടുവാനുള്ള കൃപയും അഭിഷേകവും ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ താഴ്ത്തി ഭരമേൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.
ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങൾ തുടർന്നും കേൾക്കുവാൻ ദയവായി ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിലൂടെ നമ്മുടെ രക്ഷിതാവും കർത്താവും വീണ്ടെടുപ്പുകാരനുമായ യേശു കർത്താവുമായിട്ടുള്ള ദൃഢമായ ബന്ധത്തിൽ വളരുവാൻ അത് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.